ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ ഇന്നലെ മാർക്കറ്റ് ക്രാഷ് ഒരു ഉച്ചയോടെ തന്നെ തുടങ്ങിയതാണ്. ആൻഡ് നിലവിലെ മാർക്കറ്റ് 23,800 റേഞ്ചിൽ ഡിമാൻഡ് എടുത്ത് നിൽക്കുകയാണ് അല്ലേ. 23,800 റേഞ്ചിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് 23,800 റേഞ്ചാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് അവസാന ഒരു 15 മിനിറ്റ് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിച്ചത്. സോ നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 25 പോയിന്റ്സ് അപ്സൈഡിൽ ട്രേഡ് ചെയ്യാണ്. ആൻഡ് നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 50 പോയിന്റ്സ് അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് നെഗറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തേക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ മാർക്കറ്റുകളും 1.2 പോയിന്റ് ആൻഡ് 3% എല്ലാം ഡൗൺ സൈഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സ് നിലവിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അതായത് മാർക്കറ്റ് മേ ബി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്റെ പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. 126 പോയിന്റ് സബ്സൈഡിലാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇന്നലെ നമ്മുടെ റീറ്റെയിലേഴ്സ് എല്ലാം പാനിക്കിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ നടത്തിയെങ്കിലും നമ്മുടെ ടോട്ടൽ ഇന്നലത്തെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും FIAസും DIAസും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIAസ് 1963 കോടിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. DIAസ് 790 ക്രോഡ്സിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെ മോസ്റ്റ്ലി ഒരു 2,153 ക്രോഡ്സും ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. സോ പാനിക് സെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും FIAസ് DIAസും മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നു ഇന്നലെ. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സും എല്ലാം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിക്കി നോക്കുമ്പോൾ 1270 പോയിന്റ് സബ്സൈഡിലാണ്. സ്ട്രേറ്റ് ടൈംസ് 42 പോയിന്റ് സബ്സൈഡിലാണ്. തായ്വാൻ വെയിറ്റഡ് 12 പോയിന്റ് സൗണ്ട് സൈഡിലും ഹാങ്സങ് 57 പോയിന്റ് സൗണ്ട് സൈഡിലും ട്രേഡ് ചെയ്യുന്നു. കോസ്പി 195 പോയിന്റ്സ് അപ്പിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിലവിൽ എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവ്ലി ക്ലോസ് ചെയ്യാനുള്ള ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ മേ ബി എന്തായാലും 50 to 70 പോയിന്റ്സ് അപ്സൈഡ് മാർക്കറ്റ് ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മൈനർ ലെവലിൽ ഒന്ന് പരിശോധിക്കാം. ഇന്നലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഗ്രസീവ് സെല്ലിംഗ് മാർക്കറ്റിൽ ഉണ്ടായി. ഓക്കെ, അഗ്രസീവ് സെല്ലിംഗ് മാർക്കറ്റിൽ ഉണ്ടായി. ആൻഡ് നിലവിൽ നമുക്ക് മൈനർ ലെവൽസ് പരിശോധിക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ഏരിയ ഇന്നലത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, 23,780. അപ്പോൾ ഈ ഒരു ഏരിയ എന്തായാലും ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ക്രാഷ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ടെക്നിക്കൽസ് ഒന്നും പിന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ആളുകളുടെ പാനിക്കിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽസ് ഒക്കെ നമുക്ക് ഒന്ന് മോസ്റ്റ്ലി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി വേണം. ഇപ്പം സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഒരു ടെക്നിക്കൽസിലൊന്നും വലിയ പ്രാധാന്യം ഇല്ല. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 23,780 റേഞ്ച്, 23,640 റേഞ്ച്, 23,410 റേഞ്ച് ആൻഡ് 23,000. ഇപ്പം മാർക്കറ്റിൽ ഒരു സിവിയർ ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സോൺസിലായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇൻട്രാഡേ ഫോക്കസുകൾ ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ഈ റേഞ്ചസ് ഞങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചസ് വളരെ നിങ്ങളുടെ ചാർട്ടിൽ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ വ്യൂ പോയിന്റ്സ് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ ഹെവി സ്റ്റീപ്പായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. 24,170 എന്ന് പറഞ്ഞ റേഞ്ചിൽ മാർക്കറ്റിൽ സ്റ്റീപ്പായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഏരിയ മാർക്കറ്റിൽ വളരെ ക്രൂഷ്യലാണ്. 24,190 to 200 ഈ ഏരിയാസിൽ മാർക്കറ്റിന്റെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അപ്സൈഡ് ഉണ്ടെങ്കിലും ഈ ഏരിയ എത്തുമ്പോഴത്തേക്കും മേ ബി സെല്ലേഴ്സ് ഒന്ന് ആക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഏരിയ ഒന്ന് ക്രൂഷ്യലി നിങ്ങൾ നോക്കി വയ്ക്കുക. 24,200 എന്ന് പറയുന്ന സോൺ. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ട സോൺ എന്ന് പറയുന്നത് 24,400 സോണാണ്. ആൻഡ് ലിറ്ററലി ഈ ഒരു ഏരിയ 24,290 ഏരിയാസ് മാർക്കറ്റിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി എവിടെയെങ്കിലും ഒരു ക്രൂഷ്യൽ ഏരിയ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ ഞാൻ എന്തായാലും ഒന്ന് ഫോക്കസ് ചെയ്യും. 23,982 ഈ ഏരിയാസ് മാർക്കറ്റ് ആക്റ്റീവായി സെല്ലേഴ്സ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. 23,980 റേഞ്ചിൽ മാർക്കറ്റിൽ ആക്റ്റീവ് സെല്ലേഴ്സ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഏരിയയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ ഇൻട്രാഡേ ലെവൽസ് ഇതെല്ലാം മാർക്ക് ചെയ്തേക്കുക. നമുക്ക് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ പുതിയ ലെവൽസ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിലും ഏത് തരത്തിൽ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിഫ്റ്റിയിലെ ഒരു വ്യൂ നമ്മളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡേഴ്സ് എന്ന നിലയിൽ ഒരു ഫെയിലിയർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ലെവൽസ് വരച്ചാലും എന്താണ് ക്രാഷ് വരാൻ സമയത്ത് പിന്നെ ഈ ഒരു ലോജിക് ഒന്നും നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇന്ന് പ്രത്യേകിച്ചുള്ള ന്യൂസ് ശ്രദ്ധിക്കേണ്ട ന്യൂസസ് എന്തൊക്കെയുണ്ടോ നോക്കുകയാണെങ്കിൽ
ടാറ്റ സ്റ്റീലിന്റെ ന്യൂസ് പറഞ്ഞാൽ ഇന്ത്യൻ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഡെലിവറി വോളിയൂംസ് അത്യാവശ്യമുണ്ട്. ഫീനിക്സ് മിൽസിന്റെ YOY Q1 റിപ്പോർട്ട് എന്ന് പറയുന്നത് റീറ്റെയിൽ പോർട്ട്ഫോളിയോ കൺസംപ്ഷൻ സോർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ആൻഡ് കൊമേഴ്ഷ്യൽ ഓഫേഴ്സ് ഗ്രോസ് എന്നുള്ള ന്യൂസും ഉണ്ട്. SML മഹീന്ദ്രയുടെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് ഉണ്ട്. ഓട്ടോ സെയിൽസിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ സെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ഒരു ഗ്രാജുവൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 1807 യൂണിറ്റിൽ നിന്നും 1896 യൂണിറ്റ്സിലേക്ക്, അതായത് 4.9% ഗ്രോത്ത് ഉണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ എക്സ്പോർട്സ് ബട്ട് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 64 യൂണിറ്റിൽ നിന്ന് 34 യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ റൈസ് ചെയ്തിട്ടുണ്ടെന്ന ന്യൂസ് ഉണ്ട്. ഇപ്പം ഗ്രാഫൈറ്റ് ഇന്ത്യ ഗ്രാഫൈറ്റ് ഇന്ത്യയുടെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസ് ഇപ്പം അല്ല. ഈ ഒരു ക്രാഷിൽ ശ്രദ്ധിക്കേണ്ട ന്യൂസൊന്നും അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസുകൾ ഇതൊക്കെ തന്നെയാണ്. കുറവാണ്, ഇന്നത്തെ അപ്ഡേറ്റുകൾ കുറവാണ്. മാർക്കറ്റ് എന്തായാലും ഒരു പാനിക്കിൽ തന്നെ തുടരുകയാണ്. ആൻഡ് നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഇന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 1-2 സ്റ്റോക്സ് നമുക്ക് ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് മാർക്കറ്റ് ഓൺ ആവട്ടെ. അപ്പം ഇന്ന് ക്രാഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്റ്റോക്സ് എടുത്ത് ട്രേഡ് ചെയ്ത് ഇരിക്കേണ്ട. ഒന്ന് മാർക്കറ്റിൽ ലൈവായിട്ട് എന്താണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്ത ശേഷം നമുക്ക് സ്റ്റോക്സ് ഒക്കെ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു.